നിങ്ങളുടെ നാട്ടിലേക്കാണ് വിനിഷ പോകുന്നത്. Yes, കോഴിക്കോട്ടേക്കാണ്. കാക്കൂർ രാമല്ലൂർ അല്ലേ? ഈ കാക്കൂർ എവിടെയാണ് അറിയോ? കാക്കൂർ അറിയാം, പേരാമ്പ്ര കാക്കൂരൊക്കെ ഒരു ഭാഗമാണ്. ഞങ്ങളുടെ നാട്ടിലൊരു കാക്കൂരുണ്ട് കേട്ടോ, പിറവത്തിനടുത്ത് കാക്കൂരുണ്ട്. കാക്കൂര് കാളവയൽ ഭയങ്കര പ്രസിദ്ധമാണ്, കാളയോട്ടം അത് പ്രസിദ്ധമാണ്. വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ കാക്കൂർ എന്താണ് വിശേഷം? കാക്കൂര്, പേരാമ്പ്ര, ബാലുശ്ശേരി, നമ്മുടെ രജീഷ് പിഎമ്മിന്റെ ഒക്കെ നാടിനടുത്താണ് കാക്കൂര് എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത്. ഗ്രാമഭംഗി തന്നെയാണ് ആ പ്രദേശത്തിന്റെ സവിശേഷത, പ്രകൃതി രമണീയത എന്നൊക്കെ നമ്മൾ വാക്കാൽ പറയുന്നതല്ല, അവിടെയുള്ള കാര്യം തന്നെയാണ്. അവിടെ പ്രധാനമായും കാർഷിക മേഖലയാണ്. അപ്പോൾ അവിടുത്തെ കൃഷിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 6.5 ഏക്കർ വയലിൽ ജൈവ കൃഷിയുമായി കർഷക കൂട്ടായ്മ എന്ന് പറയുന്നത് 100-ലധികം കുടുംബങ്ങളാണ് കൃഷി ഇറക്കിയതല്ലേ. കൃഷി വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് ജൈവ കൃഷി സംഘടിപ്പിച്ചത്. തുടർച്ചയായ 11ാം വർഷമാണ് കാക്കൂർ രാമല്ലൂരിലെ കർഷക കൂട്ടായ്മ കുനിയടിത്താഴം വയലിൽ കൃഷി ഇറക്കുന്നത്. ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ചാണ് കൃഷി. കയ്പ, വെണ്ട, പയർ, വെള്ളരി, കക്കിരി, ചുരങ്ങ, പടവലം, പീച്ചിങ്ങ, കുമ്പളം, തണ്ണിമത്തൻ, ചീര, പച്ചമുളക് തുടങ്ങിയ പച്ചക്കറികളെല്ലാം ഇവിടെയുണ്ട്. വിൽപ്പനയും കൃഷിയിടത്തിൽ വെച്ച് തന്നെ നടക്കുന്നു. വിളവെടുപ്പ് ഉദ്ഘാടനം കാക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM ഷാജി നിർവഹിച്ചു. തണ്ണിമത്തനും അതിൻ്റെ കറാച്ചിയും മറ്റ് നാടൻ വത്തയ്ക്ക ഉൾപ്പെടെയുള്ള പിന്നെ എല്ലാതരം പച്ചക്കറികളും ഇവിടെ ഈ വിഷുവിൻ്റെ മുമ്പായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല, ഇതൊരു വലിയൊരു കൂട്ടായ്മ അതിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന പ്രായം ചെന്ന ആളുകൾ വരെ എല്ലാവരും സജീവമായിട്ട് വൈകുന്നേരങ്ങളിൽ ഈ കൃഷിയിടത്തിൽ വന്നിട്ട് കൃഷിയെ പരിപാലിക്കുകയും അതിലുണ്ടാകുന്നൊരു സന്തോഷവും സംതൃപ്തിയും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ജൈവ കൃഷി. ഉപദേശ നിർദ്ദേശങ്ങളുമായി കൃഷി ഓഫീസർ അപർണയും വകുപ്പിലെ ജീവനക്കാരും കർഷകർക്കൊപ്പമുണ്ട്. കൃഷി ചെയ്യാനുള്ള തൈകളും വിത്തും കൃഷിഭവനാണ് കൊടുക്കുന്നത്. അതുപോലെ ഇപ്രാവശ്യം വളം, മണ്ണിര, കമ്പോസ്റ്റ് നമ്മൾ പഞ്ചായത്ത് പദ്ധതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് പദ്ധതിയിലും കൃഷി വകുപ്പിൻ്റെ ആനുകൂല്യങ്ങൾ സബ്സിഡി ആയിട്ട് ഈ കർഷകർക്ക് കൊടുക്കുന്നുണ്ട് കൃഷി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന്. പ്രായഭേദമന്യേ കൃഷിയെ സ്നേഹിക്കുന്നവരുടെ വലിയൊരു കൂട്ടായ്മയാണ് രാമല്ലൂരിലെ കൃഷിയിടം. കൈരളി ന്യൂസ്, കോഴിക്കോട്.